ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സേമിയ ഉപ്മാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സേമിയയും എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം സേമിയാണ് ഇതുള്ളത്. ഇനി ഞാനൊരു തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുന്തിരി ഞാൻ വഴറ്റിയെടുക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ അത് ആ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കോരി മാറ്റട്ടെ. ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കടുകും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പകുതി ഉള്ളി, ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തെ അടുപ്പിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നത്. സേമിയ ഒരു 5 മിനിറ്റൊക്കെ വെന്താൽ മാത്രം മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയിട്ട് വറവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ക്യാരറ്റ് ഒക്കെ ഇട്ട് വറവിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഉപ്പുമാവ് റെഡി ആയിട്ടോ. ഇനി അതിലേക്ക് വറുത്ത് വെച്ച മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഞാൻ ചിരവിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവ് റെഡിയായി. അത്രയ്ക്കേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.